ഞാനേ ഇങ്ങനെ വെറുതെ ബെഡിൽ ഫോൺ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഭയങ്കര ഒരു കൊതി, എരിയുള്ളത് എന്തെങ്കിലും തിന്നാതെ. എന്നാളിലും പുറത്ത് പോയിട്ട് മേടിക്കുക. അപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലെന്ന് ഓർത്ത് അതങ്ങ് ഓർത്ത് തീർന്നില്ല. അപ്പോഴത്തേക്ക് ദാവിടെ ഒരു വീഡിയോ. എന്താണ് ചമ്മന്തി അരയ്ക്കണത്? അത് മാങ്ങ ചമ്മന്തി അരയ്ക്കണത് ഏത്? പക്ഷെ മാങ്ങയും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. നമ്മൾ എരിവുള്ളതാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. അപ്പം ഞാൻ ഓർത്ത് ആ മാങ്ങ ഇങ്ങനെ മരുപിടിച്ചേ ഇത് ഈ കാണുന്ന മുളകും ഉപ്പും അതൊക്കെ വെച്ചിട്ട് ഒരു അസൽ എരിച്ചമ്മ മുളക് ചമ്മന്തി ഉണ്ടാക്കിയ പോലെ ചേർത്ത്. എരിച്ചമ്മന്തി എന്നിട്ട് ആദ്യം ചമ്മന്തി എന്നിട്ട് ആദ്യം പറയാൻ വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വറ്റൽമുളകൊക്കെ എടുത്ത് അരയ്ക്കാൻ തുടങ്ങി. അരച്ചിട്ട് ഇതങ്ങ് അരയണില്ല. പിന്നെ ഞാൻ ഓർത്ത് ഞുറുക്കിയിടത് എൻ്റെ ഐഡിയ ആയിപ്പോയേ. അത് കഴിഞ്ഞ് അത് ജസ്റ്റ് നരച്ച് കഴിഞ്ഞ ശേഷം ഞാനെടുത്ത് കൊണ്ടാട്ടമുളക്, എനിക്ക് ഏറ്റവും ഇഷ്ടം കൊണ്ടാട്ടമുളക് കേട്ടോ. കൊണ്ടാട്ടമുളകിൻ്റെ എരി ഞാൻ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അതും അങ്ങ് ഇച്ചിരി വെള്ളം ഉപ്പൊക്കെ ഇട്ട് അങ്ങ് അരച്ചിങ്ങനെ വരികയാണ്. അതിങ്ങനെ നല്ല പേസ്റ്റ് പോലെ, അത്രയ്ക്ക് പേസ്റ്റ് ആവണ്ട, പേസ്റ്റ് പോലെ അരച്ച് അതേ ആ കല്ലിലൊക്കെ മൊത്തം അരച്ച് പിടിച്ച് മിക്കവാറും അമ്മേനെ പിടിച്ചവിട്ടി പുറത്താക്കും. അതിങ്ങനെ അരച്ച് വരിക. അതിന് ഉപ്പൊക്കെ ഇട്ട് പിന്നെ ദേ കിട്ടിയൊരു മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പം മാങ്ങയെ മുറിച്ച് അങ്ങ് ചെയ്യാൻ കഴിയും. മാങ്ങയുടെ സൈഡിൽ കേടുണ്ടായിരുന്നു കേട്ടോ. ഇത് പഴുത്ത മാങ്ങയാണ്. ഞാൻ പച്ചമാങ്ങയായിട്ട് ഉദ്ദേശിച്ചെടുത്തത്, പക്ഷേ കിട്ടിയത് പഴുത്ത മാങ്ങയാണ്, ഇച്ചിരി പഴുത്താണ്. ആഹാ, കൈ നല്ല പണി തന്നിട്ടുണ്ട്, നന്നായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. അടിപൊളിയാട്ടോ, രസമുണ്ട്, എന്തായാലും അടിപൊളിയാണ്. അത് കഴിഞ്ഞ് കൈയൊക്കെ ഒന്ന് കെട്ടി. ഞാൻ പറഞ്ഞില്ല ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യാനെന്ന് പറ. അത് കഴിഞ്ഞ് മാങ്ങയൊക്കെ ഒന്ന് മുറിച്ച് അതിനകത്ത് കണ്ടോ, മാങ്ങ മുറിച്ച പഴുത്ത മാങ്ങയാണ്, ഞാൻ ഉദ്ദേശിച്ച മാങ്ങ ഇതല്ല. അപ്പം എന്തൊക്കെയോ തകിടം സംഭവിക്കുന്നുണ്ട്. എന്തോ സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം മാങ്ങയൊക്കെ മുറിച്ച് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് നന്നായിട്ട് ഇങ്ങനെ അരയ്ക്കുന്നുണ്ട്. അങ്ങനെ അരഞ്ഞ് തേഞ്ഞ് അങ്ങനെ വരും. അങ്ങനെ കുറച്ചിങ്ങനെ അരച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു സൈഡിലേക്ക് കൂട്ടി വെച്ച് അതിനകത്തേക്ക് ഒരു പിടി തേങ്ങ ഇടാം കേട്ടോ. ഒരു പിടിയില്ലെങ്കിൽ 2 പിടി തേങ്ങ ഇടുന്നുണ്ട്. എനിക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനാണെങ്കിൽ നിങ്ങളുടെ അതിൻ്റെതായ അളവനുസരിച്ച് എടുക്കുക. ഞാൻ എനിക്ക് മാത്രം കഴിക്കാനുള്ള അളവാണ് എടുക്കുന്നത്. അപ്പോൾ ആ തേങ്ങയിലേക്ക് ആ ചിരണ്ടിയ തേങ്ങയിലേക്ക് ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും മുളക് ഞാൻ ഇടാന്ന് വെച്ച്, പക്ഷേ ഓൾറെഡി നല്ല കളറുണ്ട്. പിന്നെ എന്തിനാണ്ട് വെറുതെ മുളകിട്ട് ചീത്തക്കണം എന്ന് കരുതിക്കണം. അപ്പോൾ അതേ മൊത്തം അരച്ചങ്ങ് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും എൻ്റെ മോനെ എരിഞ്ഞങ്ങ് ഞാൻ പോയി. ശരിക്കും അടിപൊളി ചമ്മന്തി. ഇതങ്ങോട്ട് ഉരുണ്ട് പോകണ്ടില്ല. ഞാൻ ഇങ്ങനെ നമ്മൾ ഓരോ പിടികളുണ്ടല്ലോ ഇങ്ങനെ ഉരുട്ടി ഇടുന്നു, ഇതങ്ങോട്ട് ഉരുണ്ട് വരുന്നില്ല. നാശം പിടിക്കാനായിട്ട് ഞാൻ എടുത്തിട്ട് പോകണം. ഇത് ഉരുട്ടിയിട്ടേ ശരിയാവണില്ല കേട്ടോ, തീരെ അങ്ങോട്ട്. പിന്നെ ഞാൻ എടുത്ത് മതി, ഉരുട്ടി ശരിയാവുകയല്ല. ഇത് ഉരുട്ടിട്ട് നമ്മൾ എത്രയായിട്ട് ശരിയാവില്ല. അപ്പം ഞാൻ ഉരുട്ടി പാത്രത്തിലേക്ക് മാറ്റിയേക്കണം. ദൈവമേ, ഈ അരകല് കണ്ടാൽ മിക്കവാറും അമ്മ എന്നെ ഓടിക്കൂട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.